നമസ്കാരം. സാധാരണക്കാരനായി ജീവിക്കാനായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ നടൻ ശ്രീനിവാസൻ എക്കാലം ആഗ്രഹിച്ചത്. പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ വിട്ട് കൃഷിയെയും പരിസ്ഥിതിയും സ്നേഹിച്ച് ലളിത ജീവിതം തെരഞ്ഞെടുത്ത ശ്രീനിവാസന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷവും സർക്കാർ ആശുപത്രിയിൽ തന്നെയായിരുന്നു. ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും വഴി ശ്വാസമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. തുടർന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. ഭാര്യ വിമല ഉൾപ്പെടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്നു. സിനിമയിലും ജീവിതത്തിലും എന്നും ശ്രീനിവാസന്റെ താങ്ങും തണലുമായിരുന്നു ഭാര്യ വിമല. അവർ നൽകുന്ന പിന്തുണയെയും സ്നേഹത്തെയും കുറിച്ച് ശ്രീനിവാസൻ പലപ്പോഴും പല അഭിമുഖങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ കതിരൂരിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് 1984 ജനുവരി 13 ഇരുവരുടെ വിവാഹം നടന്നത്. ഒരു സിനിമാ കഥ പോലെ തന്നെയായിരുന്നു ഇവരുടെ വിവാഹവും. ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപയും ഒരു മുസ്ലിം തന്ന 2000 രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തി എന്നാണ് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ശ്രീനിവാസൻ പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ആ വിവാഹത്തിന് സഹായിച്ചത് മമ്മൂട്ടിയും ഇന്നസെന്റുമായിരുന്നു. അതായിരുന്നു ശ്രീനിവാസൻ അങ്ങനെ പറയുവാനും കാരണം. അധ്യാപകനായി ജോലി ചെയ്തിരുന്ന സമയത്താണ് ശ്രീനിവാസൻ വിമലയെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. ഡിഗ്രി പഠനത്തിനു ശേഷം വരുമാനത്തിനായി ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് ശ്രീനിവാസൻ പഠിപ്പിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള യാത്രക്കിടെയാണ് അദ്ദേഹം വിമലയെ കാണുന്നത്. അന്ന് നിർമ്മലഗിരി കോളേജിലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു വിമല. എന്നും വിമലയെ കാണുമ്പോൾ ബസിന്റെ സമയം എപ്പോഴാണ്, പഠനം എങ്ങനെ പോകുന്നു എന്നെല്ലാം ശ്രീനിവാസൻ ചോദിക്കും. ഒറ്റ വാക്കിലായിരിക്കും വിമലയുടെ ഉത്തരം. പിന്നീട് ആ കൂടിക്കാഴ്ച പ്രണയത്തിലേക്ക് വളർന്നു. എന്നാൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് വിവാഹം എന്നതിനെ കുറിച്ച് ശ്രീനിവാസന് ചിന്തിക്കാനാകുമായിരുന്നില്ല. ആ സമയത്താണ് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ശ്രീനിവാസന് ഒരു കോഴ്സ് പഠിക്കുവാനുള്ള അവസരം വരുന്നത്. ചെന്നൈയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്റർവ്യൂ പാസ്സാകാൻ പ്രാർത്ഥിക്കണമെന്ന് വിമലയോട് പറഞ്ഞു. അടയാറിൽ സിനിമാ പഠനം തുടങ്ങിയപ്പോൾ ഇരുവരുടെയും ആശയവിനിമയം കത്തിലൂടെയായി. പിന്നീട് വിവാഹത്തിന് 3 ദിവസം മുൻപാണ് ശ്രീനിവാസൻ നാട്ടിലെത്തുന്നത്. ഒരു സുഹൃത്തിനൊപ്പം വന്ന വെള്ളിയാഴ്ചയാണ് വിവാഹമെന്ന് വിമലയോട് പറയുകയായിരുന്നു. ഒരു കഥ, ഒരു നുണക്കഥ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നത്. അന്ന് ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായിരുന്ന നടൻ ഇന്നസെന്റിന്റെ കയ്യിൽ നിന്ന് 400 രൂപ വാങ്ങി. അതായിരുന്നു ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം. വിമലയ്ക്ക് വേണ്ട സാരിയും മറ്റും വാങ്ങിയത് ആ പൈസ കൊണ്ടാണ്. എന്നാൽ വിവാഹത്തിന് സ്വർണ്ണമാലയും താലിയും വേണമെന്ന് അമ്മ പറഞ്ഞതോടെ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലായി അദ്ദേഹം. ആ സമയത്താണ് കണ്ണൂരിൽ മമ്മൂട്ടി നായകനാകുന്ന അതിരാത്രം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. മമ്മൂട്ടി താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി, നാളെ എന്റെ വിവാഹമാണ്, എനിക്കൊരു 2000 രൂപ വേണമെന്ന് ശ്രീനിവാസൻ മമ്മൂട്ടിയോട് പറഞ്ഞു. ആരെയും വിളിക്കുന്നില്ലെന്നും രജിസ്റ്റർ വിവാഹമാണെന്നും അറിയിച്ചു. ഉടൻ തന്നെ മമ്മൂട്ടി 2000 രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് കല്യാണത്തിന് വരുമെന്നും പറഞ്ഞു. അങ്ങനെ വരരുത്, വിവാഹം മുടങ്ങുമെന്നായിരുന്നു ശ്രീനിവാസന്റെ മറുപടി. പക്ഷേ ഉറപ്പായും വരും എന്ന് തന്നെ മമ്മൂട്ടി പറഞ്ഞു. ആരെയും അറിയിക്കാതെ രജിസ്റ്റർ വിവാഹമാണ് നടത്തുന്നത്. എന്നെ ഇവിടെ ആർക്കും അറിയില്ല. എന്നാൽ താങ്കൾ അതുപോലെയല്ല, വലിയൊരു താരമാണ്. വിവാഹത്തിന് താങ്കൾ വന്നാൽ വിവാഹം എല്ലാവരും അറിയും. അതുകൊണ്ട് വരരുത് എന്നാണ് ശ്രീനിവാസൻ പറഞ്ഞത്. ഒടുവിൽ വരില്ലെന്ന് മമ്മൂട്ടി സമ്മതിച്ചു. അങ്ങനെ മമ്മൂട്ടി കൊടുത്ത പണം കൊണ്ട് താലി വാങ്ങി വിമലയെ ശ്രീനിവാസൻ ജീവിതത്തിലേക്ക് കൂട്ടി. അസുഖബാധിതനായ ശ്രീനിവാസൻ ഏറെ നാളായി കണ്ടനാട്ടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇവിടെയാണ് ശ്രീനിവാസന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. അസുഖമാണെങ്കിലും ശ്രീനിവാസൻ ഇടയ്ക്ക് പൊതുപരിപാടികളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അടുത്തിടെ ഉണ്ടായ വീഴ്ചയ്ക്ക് ശേഷം നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായി. ആരോഗ്യം ക്ഷയിച്ച് തനിക്ക് മതിയായി എന്ന് പറഞ്ഞിരുന്നതായി സത്യൻ അന്തിക്കാട് പറഞ്ഞിരുന്നു. ഒരാഴ്ച മുമ്പായിരുന്നു ഈ ഒരു സംഭാഷണം. ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. അതുല്യ പ്രതിഭയുടെ ജീവിതം ലളിതമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എറണാകുളം ജില്ലയിലെ കണ്ടനാട്ടെ അദ്ദേഹത്തിന്റെ വീട്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ വീട് ശ്രീനിവാസന്റെ തന്നെ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമായിരുന്നു. കണ്ടനാട്ടെ തന്റെ മണ്ണിൽ അദ്ദേഹം നടത്തിയ ജൈവ കൃഷി പരീക്ഷണങ്ങളാണ് ഈ പ്രദേശത്തെ വാർത്തകളിൽ നിറച്ചതും. കണ്ടനാട്ടെ പാടശേഖരങ്ങളിൽ ഇറങ്ങി വിത്തെറിഞ്ഞും വിളവെടുത്തും ഒരു സാധാരണ കർഷകനായി ജീവിക്കുവാൻ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെട്ടു. പരിസ്ഥിതിക്ക് വേണ്ടി എന്നും വാദിച്ചിരുന്ന ശ്രീനിവാസൻ സ്വന്തമായി വസതി നിർമ്മിച്ച് മാതൃക കാണിച്ചു. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം കണ്ടനാടിന്റെ ഗ്രാമീണതയിൽ ശ്രീനിവാസൻ നിർമ്മിച്ച വസതിയെ തേടിയെത്തിയത് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ വസതി എന്ന ബഹുമതിയാണ്. പരിസ്ഥിതി സൗഹൃദ കെട്ടിട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലാണ് ശ്രീനിവാസന്റെ വസതിയെ ഹരിതഗ്രഹമായി അംഗീകരിച്ചത്. ഏറ്റവും ഉയർന്ന റേറ്റിംഗായ പ്ലാറ്റിനം ഗ്രേഡാണ് 6364 ചതുരശ്ര അടി വലിപ്പവും 4 കിടപ്പുമുറിയുമുള്ള വസതിക്ക് ലഭിച്ചത്.
17 വർഷമായി ഒപ്പമുള്ള തന്റെ ഡ്രൈവർക്ക് ശ്രീനിവാസൻ വീട് വെച്ചു നൽകിയ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധയാണ് നേടിയത്. ഇത്തവണത്തെ വിഷുദിനത്തിലായിരുന്നു വീടിന്റെ പാലുകാച്ചൽ നടന്നത്. പയ്യോളി സ്വദേശിയായ ശ്രീനോജാണ് ശ്രീനിവാസൻ വീട് വെച്ചു നൽകിയത്. നടന്റെ വീട് സ്ഥിതി ചെയ്യുന്ന എറണാകുളം ജില്ലയിലെ കണ്ടനാട് തന്നെയാണ് ഡ്രൈവർക്കും താരം വീടൊരുക്കിയത്. ശാരീരിക അവശതകൾ വകവയ്ക്കാതെ കണിക്കൊന്ന പൂക്കളുമായാണ് പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ശ്രീനിവാസൻ എത്തിയത്. ഒരു സിനിമാക്കാരന്റെ താരജാടകളൊന്നുമില്ലാതെ അദ്ദേഹം പാടത്തിറങ്ങി ജൈവകൃഷി എന്താണെന്ന് മലയാളിയെ പഠിപ്പിക്കുകയായിരുന്നു. പുതിയ കാലത്തിനു വേണ്ട സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനം ജൈവകൃഷിയാണെന്നാണ് ശ്രീനിവാസൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജൈവകൃഷിയുടെ പ്രചാരണത്തിനു വേണ്ടി അദ്ദേഹം ആദ്യം മുതൽക്ക് രംഗത്തെത്തി. എറണാകുളത്തെ കണ്ടനാട് വാങ്ങിയ സ്ഥലത്ത് ജൈവകൃഷി പരീക്ഷിക്കുകയും ചെയ്തു. അത് വിജയിച്ചതോടെ വീട്ടിലേക്ക് ആവശ്യമായ നെല്ലും പച്ചക്കറിയും എല്ലാം കൃഷി ചെയ്യുന്നതിന് പുറമെ വിൽപ്പനയും ആരംഭിച്ചു. ഇതിനായി ശ്രീനി ഫാംസ് എന്ന സംരംഭവും തുടങ്ങി. കൂടാതെ വീട്ടിലെ പാലിന്റെ ആവശ്യത്തിനും കൃഷിക്കും ചാണകത്തിനുമായി അദ്ദേഹത്തിന്റെ വീട്ടിലും കുള്ളൻ പശുക്കളും വളർത്തിയിരുന്നു. രാസവസ്തുക്കൾ ചേർക്കാത്ത മത്സ്യകൃഷിയും നടത്തി. സാധാരണക്കാരന്റെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും സിനിമയുടെ ക്യാൻവാസിൽ പകർത്തിയ ശ്രീനിവാസൻ കേരളത്തിലെ ഏറ്റവും ജനകീയനായ സിനിമാക്കാരിൽ ഒരാൾ തന്നെയാണ്. കാൾ മാർക്സിന്റെ പുസ്തകം വായിച്ചതുകൊണ്ടൊന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ച ശ്രീനിവാസൻ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയമായ ജൈവകൃഷിയിലേക്ക് ഇറങ്ങി മാതൃക സൃഷ്ടിക്കുകയായിരുന്നു. എന്നും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ശ്രീനിവാസൻ സിൽവർ ലൈൻ പദ്ധതി നിശിതമായിട്ടാണ് വിമർശിച്ചത്. രാഷ്ട്രീയത്തിലെ കള്ളന്മാർക്ക് അഴിമതി ചെയ്യാനുള്ള സംവിധാനമാണ് ഇന്നത്തെ ജനാധിപത്യമെന്നും അതിനെ ജനാധിപത്യമെന്നല്ല തെമ്മാടിപത്യം എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും തുറന്നു പറയാനുള്ള ധൈര്യം ശ്രീനിവാസൻ കാട്ടിയിട്ടുണ്ട്. സിനിമയിലെ താരാധിപത്യത്തെ വിമർശിക്കുവാൻ തയ്യാറായ സിനിമാക്കാരൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. ജൈവകൃഷിക്കും വിഷമില്ലാത്ത ഭക്ഷണത്തിനു വേണ്ടി വാദിച്ച ശ്രീനിവാസന് പക്ഷേ തന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ മാത്രം പിഴവ് സംഭവിച്ചു. അത് പുകവലിയോടുള്ള അമിതമായ അടിമത്തമായിരുന്നു. ഏറെ കാലമായി ഹൃദയ സംബന്ധവും ശ്വാസകോശ സംബന്ധവുമായ അസുഖങ്ങൾ ശ്രീനിവാസനെ അലട്ടി. തന്റെ രോഗാവസ്ഥയ്ക്ക് പ്രധാന കാരണം അമിതമായ പുകവലിയാണെന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത്രയും സിഗരറ്റ് വലിക്കേണ്ടതില്ലായിരുന്നുവെന്ന് തനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പുകവലിയാണ് എന്റെ ആരോഗ്യം തകർത്തത്. ഈ അവസ്ഥയിലും ഒരു സിഗരറ്റ് കിട്ടിയാൽ ഞാൻ വലിച്ചു പോകും. അത്രയ്ക്ക് അഡിക്ഷൻ ഉണ്ട്. മറ്റുള്ളവരോട് എനിക്കൊരു ഉപദേശമേ ഉള്ളൂ, കഴിയുമെങ്കിൽ പുകവലിക്കാതിരിക്കുക എന്നതായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. VM വിനു സംവിധാനം ചെയ്ത കുട്ടിമാമ എന്ന സിനിമയുടെ ഡബിങ്ങിനിടയിലാണ് ആദ്യമായി ശ്രീനിവാസന്റെ ആരോഗ്യാവസ്ഥ മോശമാകുന്നത്. അന്ന് ഡബിങ്ങിനായി ലാൽ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ ഒരു ശ്വാസമുട്ടൽ പോലെ അനുഭവപ്പെടുകയായിരുന്നുവെന്ന് ഒരിക്കൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. പുകവലി ആയിരുന്നു തന്റെ ആരോഗ്യത്തിന് വില്ലനായതെന്നും ശ്രീനിവാസൻ എന്ന് പറഞ്ഞു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടായി. പുകവലിയായിരുന്നു മെയിൻ പ്രശ്നം. അങ്ങനെയാണ് പല അസുഖങ്ങളും എനിക്കുണ്ടായത്. എഴുതുന്ന സമയത്ത് അഡിക്ഷനുള്ള സാധനം ഇടാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചതാണ്. കൂടുതൽ പുകവലിക്കും. ഈ ശീലമുള്ള ആളുകൾക്കുള്ള കുഴപ്പം അതാണ്. ആഗ്രഹിച്ചതുപോലെ എഴുതുവാൻ പറ്റാതെ ഇരിക്കുമ്പോൾ ഭ്രാന്ത് വരും. അന്നേരത്ത് ഇത് വലിച്ചു പോകും. ഇത് വലിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റൂ എന്നല്ല ഞാൻ പറയുന്നത്. ഈ ശീലമുള്ളവർക്ക് അതാണ് പ്രശ്നം.